പറയലും ഒന്നിച്ചാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആദ്യം മറുപടിയാവാം. കൂടിയേ തീരൂ, കിട്ടിയേ അടങ്ങും എന്ന് വാശികളുള്ള ചിലരുണ്ടാവും, ഒട്ടുമേ വാശിയില്ലാത്ത ചിലരും ഉണ്ടാവും. ഈ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എന്തെങ്കിലും ഒന്ന് കൂടിയേ തീരൂ, എനിക്ക് കിട്ടിയേ തീരൂ എന്ന് ഞാൻ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നിസ്സാരമായ ചില ചെറിയ കാര്യങ്ങൾക്കാണ്. ചിലപ്പോൾ വഴിവക്കിൽ കണ്ട ഒരു കുപ്പി വിളക്ക്, എൻ്റെ ഭർത്താവുമായിട്ട് പിണങ്ങിയിട്ടുണ്ട് ഞാൻ. വഴിയിൽ അല്ലെങ്കിൽ അവിടെയെങ്ങാൻ കാണുന്ന ഒരു വഴിയിൽ ഇങ്ങനെ ഒരു ചെടി പൂത്ത് നിൽക്കുന്ന കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൊമ്പെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാറ് നിർത്തി തരുമോ എന്ന് ചോദിച്ച് നിർത്തി തരാത്തതിന് ഒക്കെ ഇത്തരം ചില വാശികളല്ലാതെ, ശാഠ്യങ്ങളല്ലാതെ വലിയ ശാഠ്യങ്ങളോ വലിയ നിർബന്ധങ്ങളോ ജീവിതത്തിൽ പാലിക്കാത്ത ഒരാൾ ആണ് വാസ്തവത്തിൽ ഞാൻ. ഈ സന്ദർഭവും അങ്ങനെ തന്നെ അങ്ങ് സംഭവിച്ചു പോയൊരു സന്ദർഭമാണ്. എന്താണ്, എനിക്കു രസമീ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ വായിക്കൽ എന്നിടശ്ശേരി എഴുതിയിട്ടുണ്ട്. അത് ഏത് ഇരുൾക്കുഴിമേൽ ചെന്ന് നിന്നാലും ഞാൻ അതിൻ്റെ കടിഞ്ഞാൺ വിടില്ല എന്നാണ്. എനിക്കാകട്ടെ ഒട്ടുമേ രസമില്ലാത്ത കാര്യമാണ് നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ വായിക്കുക എന്നത്. ഒന്ന് കയറ്റം കണ്ടാൽ അവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം. ഒരിറക്കം കണ്ടാൽ വേണോ എന്ന് ചിന്തിക്കും. കയറ്റിറക്കങ്ങളില്ലാത്ത വഴികളിലൂടെ സുഗമമായി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിലസിത ജീവിതത്തിൻ്റെ ഉടമയാണ് വാസ്തവത്തിൽ ഞാൻ. എനിക്ക് അതുകൊണ്ട് വലിയ ഖേദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആരൊക്കെയോ വഴി വെട്ടിത്തെളിച്ചു തന്നു, ഞാൻ അതിലൂടെ സുഗമമായി, സമർത്ഥമായി, രസകരമായി അങ്ങ് നടന്നു. ഇതാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ രത്നച്ചുരുക്കം. ആ വഴി വെട്ടിത്തെളിച്ചവരെ ഒരുപക്ഷെ എന്നെ ചൊല്ലി ഒരുപാട് വേവലാതികളും ഒരുപാട് കഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവും, അതുറപ്പാണ്. എൻ്റെ അച്ഛനമ്മമാർ ആദ്യം, ഇപ്പോഴ് എൻ്റെ ഭർത്താവുണ്ട്, വേറെ തരത്തിൽ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ട്. അങ്ങനെ വെട്ടിത്തെളിച്ച വഴികളിലൂടെ സുഗമമായി നടന്ന് ഈ 70-ാം വയസ്സിലൊക്കെ എത്തി. ഇപ്പോഴും അതെ, 70 കഴിഞ്ഞു, ഇപ്പോഴും അതെ, അതേ വഴികളിലൂടെ തന്നെ അലസ ഗമനത്തിൻ്റെ ഒരു സാധ്യതയിലാണ് ഞാനുള്ളത്. ഈ പുസ്തക പ്രകാശനവും അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോയതാണ് എന്നാണ് വസ്തുത. ഇത് അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ആരെങ്കിലും വായിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് എഴുതിയതല്ല ഇതിലെ ഒരൊറ്റ വരിയും. എന്തെങ്കിലും ഇത് പ്രസിദ്ധീകൃതമാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടേയില്ല. എഴുതുന്നു, പണ്ടേ എഴുതാറുണ്ട്. കുട്ടിക്കാലത്ത് ഒരുപാട് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ടീച്ചർ പറഞ്ഞാലോ എഴുതിയിട്ടുണ്ട്. ക്ലാസ്സിലിരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് 4 വരി എഴുതാൻ തോന്നും. സുവോളജി ക്ലാസ്സിൽ നിന്ന് പുസ്തകത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ എഴുതിയിടും, അതവിടെ ഇടും. വാലോ തലയോ ഒന്നും ഉണ്ടാവില്ല. അതായിരുന്നു എൻ്റെ എഴുത്ത് പലപ്പോഴും. അത്രയൊക്കെ മതിയായിരുന്നു എനിക്ക്. അതിലപ്പുറം ഒന്നും ഞാൻ എഴുത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, അതിനെ വലുതാക്കാൻ ശ്രമിച്ചിട്ടില്ല. പറഞ്ഞതുപോലെ നാരായണൻ പറഞ്ഞില്ലേ, ഒരു ആദ്യം ഞങ്ങൾ ഞാൻ നാരായണനെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല അന്ന്. പക്ഷെ നാരായണൻ പിന്നെ എപ്പോഴും എഴുതിയ ഒരു വഴി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് കണ്ട ഒരു കവി സുകുമാർ ഉണ്ടല്ലൂരാണ്. അദ്ദേഹം പിന്നീട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ മത്സരത്തിൽ 1ാം സ്ഥാനം അദ്ദേഹത്തിനും 2ാം സ്ഥാനം എനിക്കും കിട്ടിയെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു മത്സരത്തിനും സമ്മാനിതയായിരുന്നു എനിക്ക് ഓർമ്മയേയില്ല. ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഓർത്തെടുക്കാറുമില്ല. അതെനിക്ക് വലിയ കാര്യമായിട്ട് തോന്നാറുമില്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, അങ്ങനെയാണ്. എന്തായാലും ഇതങ്ങ് സംഭവിച്ചു പോയതാണ്. സമാന ഹൃദയ ഞാൻ നിനക്കായി പാടുന്നേൻ എന്ന് സുഗതകുമാരി എഴുതിയിട്ടുണ്ട്. ഞാൻ പാടുന്നില്ല, ഞാൻ എഴുതുന്നത് വാസ്തവത്തിൽ എനിക്ക് വേണ്ടി മാത്രമായിരുന്നു. ആരും വായിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഇത് വെളിച്ചം കാണുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ എഴുതുന്നു. എൻ്റെ രോഷങ്ങളിലോ എൻ്റെ സങ്കടങ്ങളിലോ എൻ്റെ ഏകാന്തതകളിലോ
ചിലപ്പോൾ ഇതൊന്നും അല്ലാത്ത ചില യാത്രകളിൽ വണ്ടിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴോ ബസ്സിലിരിക്കും ഈ ട്രെയിനിലിരിക്കുമ്പോഴാണ് പലപ്പോഴും എനിക്ക് എഴുതാൻ തോന്നുന്നത്. അതെന്താന്ന് എനിക്കറിഞ്ഞൂടാ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെന്നോ കടലോസോ കയ്യിലുണ്ടാവില്ല, എന്തെങ്കിലും എഴുതാൻ തോന്നും. അന്നേരം അത് എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എഴുതാമെന്ന് വിചാരിച്ചാൽ എനിക്കത് കിട്ടുകയില്ല. അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്കറിഞ്ഞൂടാ എല്ലാ കവിതകളും ഇങ്ങനെയാണോ കിടക്കുന്നത്, എല്ലാവരും ഇങ്ങനെയാണോ എഴുതുന്നതെന്ന്. പാതിരാത്രിയോ ചിലപ്പോൾ ഉറക്കൊഴിഞ്ഞ് മേലോട്ട് ഇങ്ങനെ ഉറക്കം വരാതെ കിടക്കുമ്പോൾ എനിക്കൊരു കവിത വരും. അപ്പം എഴുന്നേറ്റിട്ട് ആ 4 വരി എഴുതി വെച്ചാൽ അതവിടെ ഉണ്ടാവും. എഴുതി വെച്ചിട്ടില്ലെങ്കിൽ എന്തായിരുന്നു ആ 4 വരി, ഏത് വൃത്തത്തിലാണത് വന്നത്, എന്തായിരുന്നു അതിൻ്റെ വിഷയം എന്നൊന്നും എനിക്ക് നേരമെടുത്താൽ ഓർമ്മയേ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെ പിറക്കുന്നു കവിത എന്നെനിക്കറിഞ്ഞുകൂടാ. ആർക്കും വേണ്ടിയല്ല അത് പിറന്നത്, ആർക്കും വേണ്ടിയല്ല പിറന്നത് എന്നതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും മിനുക്കുകൾ ഞാൻ നടത്തിയിട്ടില്ല. എഴുതി, അതേപോലെ എഴുതി. അതാരെങ്കിലും വായിക്കാനുള്ളതാണെന്നോ ഇതിലെന്തെങ്കിലും സാമൂഹ്യാംശങ്ങൾ വേണമെന്നോ ഒന്നും വിചാരിക്കാത്തത് കൊണ്ട് ഘനമുള്ള എന്തെങ്കിലും ചേർത്ത് വെക്കണം എന്നൊരിക്കലും എനിക്ക് തോന്നിയില്ല. മിനിക്കണമെന്ന് തോന്നിയില്ല, വീണ്ടും വീണ്ടും വായിക്കണമെന്ന് തോന്നിയില്ല, വെട്ടി എഴുതണം തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. അവിടെ ഇവിടെയും എഴുതി വെച്ചതൊക്കെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഒരു പുസ്തകമായി തീർന്നതിൻ്റെ പിറകില് ഒരാളുണ്ട്. അത് ഞാൻ പിന്നെ നന്ദി പറയുമ്പോൾ പറഞ്ഞോളാം. അതങ്ങായി തീർന്നതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. വാസ്തവത്തില് വലിയ പരിഭവകാരിയാണ് കവിത എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. കൂടെ കൊണ്ടു നടക്കണം, അവളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ പിണങ്ങിപ്പോയി കഴിയും. അതുകൊണ്ടാണ് നേരത്തെ കവിത എഴുതുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടുകാരി, പിന്നെ എനിക്ക് ഉദ്യോഗമൊക്കെ കിട്ടി, ക്ലാസ് ഇപ്പം പറഞ്ഞില്ലേ, ടീച്ചർ പറഞ്ഞില്ലേ, ടീച്ചർമാർക്കുള്ള ഒരു കഷ്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ ക്ലാസ്സിൽ പറയും. കുട്ടികൾ അത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, അവരത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ കുറേ കുട്ടികൾ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ അവർക്ക് എത്രമാത്രം പുറത്ത് വിറച്ച വിത്തായിരിക്കാം. ഏതോ ചിലത് മുളച്ചിട്ടുണ്ടാവാം, ഏതോ ചിലത് മുളച്ചതിൻ പാടുകൾ ഉണ്ടാവാം, ചിലത് വെറുതെ വെള്ളത്തിൽ അങ്ങ് ഒഴുകിപ്പോയിട്ടുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഞാൻ ക്ലാസ്സുകളിൽ പറയുന്നതോടുകൂടി അതിൻ്റെ ഭാരം ഒഴിയുന്നു. അത് ചിലപ്പോൾ ചില കവിതയൊക്കെ എടുക്കുമ്പോഴേ നമ്മൾക്കൊക്കെ ഉള്ളിലുള്ള ചില അടിച്ചമർത്തപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഉള്ളിലുള്ള ചില വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രീയ ചായ്വുകൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ നേരെ ക്ലാസ്സിൽ പറയുന്ന ഒരു രീതി അന്നില്ല. പക്ഷേ വളച്ചു കിട്ടിയത് പറയാം, അറിയാതെ അത് പറയാം, നേരെയല്ലാതെ വേറെ പറയാം, അവരിലേക്ക് അത് എത്തിക്കാം. പറഞ്ഞു കഴിയുന്നതോടുകൂടി മനസ്സിൻ്റെ ഒരു വലിയ ഭാരം ഒഴിഞ്ഞ പോലെ നമുക്കത് തോന്നും. അതേപോലെ കവിത പഠിപ്പിക്കുമ്പോഴേ കവിത എപ്പോഴും എനിക്കിഷ്ടമുള്ള ഒരു വിഷയമാണ്. ഞാൻ വാസ്തവത്തിൽ പറഞ്ഞതുപോലെ മനസ്സിലുള്ള ഒരു സാധനം വാസ്തവത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാൻ മലയാളത്തിൽ ടീച്ചർ പറഞ്ഞില്ലേ, ഞാൻ MA പോകാനിടയായത് എൻ്റെ വിചാരം ഇതിൽ സാഹിത്യമൊക്കെ മാത്രമേ പഠിക്കാനുള്ളൂ എന്നാണ്. ആ വഴി മാത്രമേ എനിക്ക് അന്നും ഇന്നും അറിഞ്ഞുകൂടൂ. വാസ്തവത്തിൽ ഈ വലിയ കാര്യങ്ങളൊന്നും ഭാഷയിലെ എനിക്ക് ദഹിച്ചിട്ടില്ല, ഇപ്പോഴും ദഹിച്ചിട്ടില്ല, ഇനിയോട്ട് ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഞാൻ ആസ്വദിച്ചത് അത്രയും എനിക്കിഷ്ടമുള്ള കാവ്യഭാവങ്ങളാണ്. അത് നളിനി ടീച്ചർ പഠിക്കുമ്പോഴായാലും ഉണ്ണിസാറ് പഠിപ്പിക്കുമ്പോഴായാലും പണ്ട് 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ നാട്ടുകാരനായ ഗോപാലമാഷ് ശിവജിക്കെ കുറുന്തോടി എന്ന് പറയുന്ന കവിത എഴുതുന്ന മാഷ് പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ഹൈസ്കൂളിലെ PB മണിയൂർ എന്ന പ്രശസ്ത എഴുത്തുകാരനായ സാഹിത്യകാരനായ മാഷ് പഠിപ്പിക്കുമ്പോഴായിരുന്നാലും സരോജിനി ടീച്ചർ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ആര് കവിത പഠിപ്പിക്കുമ്പോഴും ഞാനിങ്ങനെ വിടർന്ന കണ്ണോടെ നിശബ്ദയായി നിശ്ചേഷ്ടയായി എന്താ പറയുക മനസ്സ് കുളിർത്തിരുന്നു പോയിട്ടുണ്ട്. കാരണം എൻ്റെ ഉള്ളിലുള്ള ഒരു സാധനത്തെ അത് തൊടാറുണ്ട് എന്നതുകൊണ്ടാണ്. എനിക്ക് കണക്കറിഞ്ഞേകൂടാ. കണക്കോട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും എനിക്ക് ദഹിക്കില്ല. അതുകൊണ്ട് ഗ്രാമറൊക്കെ കണക്കാന്നല്ല വിചാരം എനിക്കറിഞ്ഞൂടാ. അതിൻ്റെ ഇതളുകൾ അടർത്താൻ എനിക്ക് വലിയ വിഷമാണ്. ഞാൻ അടർത്തിയ ഇതളുകൾ, ഞാൻ നോക്കിയിരുന്ന പൂക്കള്, ഞാൻ സ്തുതിച്ചത്, ഞാൻ മണത്തത് സാഹിത്യത്തെ മാത്രമാണ്, അതിൽ പ്രത്യേകിച്ചും കവിതയെ. അതുകൊണ്ട് എനിക്ക് പറഞ്ഞില്ലേ, ഭാഗ്യമുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അനിഷ്ടമായ ഒന്നും പഠിപ്പിക്കാൻ കിട്ടിയില്ല.
എന്നേക്കാൾ വിവരമുള്ളവര്, നല്ലവര്, മിടുക്കന്മാര് എപ്പോഴും ആർട്സ് കോളേജിലുണ്ട് എന്നതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ അവർ പഠിപ്പിച്ചു. രാജലക്ഷ്മി ടീച്ചറൊക്കെ പാവം അത് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ടീച്ചർ നല്ല കവിത ആസ്വാദനമുള്ള ആളാണ്. പക്ഷേ എപ്പോഴും കിട്ടുക ഗ്രാമറൊക്കെയാണ്. ഔദ്യോഗിക ജീവിതം എനിക്കതുകൊണ്ട് മനോഹരമായ ഒരു സാധനമാണ്, ഒരു സംവിധാനമായിരുന്നു. കവിത പഠിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ചും നല്ല കവിതകൾ പഠിക്കുമ്പോൾ, പണ്ടത്തെ മേശാന്തിയോ സഹ്യൻ്റെ മകനോ ഒക്കെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. എത്ര പ്രാവശ്യം വായിച്ചാലും ആ ഒടുക്കം, ആ ആനയുടെ വിളി, നിലവിളി സഖ്യസാനുക്കളിലെ ചെന്ന് അലക്കുമ്പോഴേ മാനവരുടെ ദൈവം അത് കേട്ടോ എന്നറിഞ്ഞൂടാ. പക്ഷേ എന്തായാലും ആ സഖ്യപുത്രൻ്റെ വിളി അവിടെ കേട്ടിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേ എനിക്ക് ഇടറിപ്പോകും. എനിക്കത് മുഴുമിപ്പിക്കാൻ പറ്റാറില്ല പലപ്പോഴും. അതുപോലെ സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറയുമ്പോഴേ അവിടെ ഇരിക്കുന്ന ഗോപിക ഞാനാണെന്നാണ് ഞാൻ വിചാരിക്കുക. എന്നെ കാണാതെയാണ് ആ കൃഷ്ണൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുക. ആ തേരകന്നകന്ന് പോകുന്നത് എൻ്റെ മുന്നിലൂടെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ കവിതയിലൂടെ സഞ്ചരിച്ചത്. അതൊരു സഞ്ചാരമാണ്, ഒരാസ്വാദനമാണ്. ഇഴകീടി മനസ്സിലാക്കലൊന്നും അല്ല ഒരു പക്ഷേ. ഞാനും അതിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ഒരു പക്ഷേ പറയാനുള്ളത്, കവിത എനിക്ക് എൻ്റെ ഒരു സുഹൃത്താണ് എന്നാണ്. അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അവളെ മറന്നിട്ടുണ്ട് വളരെ കാലം, പ്രത്യേകിച്ചും ഈ പഠിപ്പിക്കുന്ന കാലത്ത്. ആർട്സ് കോളേജിൻ്റെ ഒരു പ്രത്യേകതയുള്ളത് അതൊന്നും നമ്മളോട് ആവശ്യപ്പെടില്ല എന്നതാണ്. അഥവാ അത് ആവശ്യപ്പെടുന്നതൊക്കെ വേറെ ചില രീതികളിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആർട്സ് കോളേജിലെ ഒരു ഫംഗ്ഷനും വാസ്തവത്തിൽ അങ്ങനെ വന്ന് വാതിലിൽ മുട്ടാറില്ല. ഞങ്ങൾ വെറും കേൾവിക്കാരാണ് എപ്പോഴും. അവിടുത്തെ സ്റ്റേജുകളിലൊന്നും പത്മിനി ടീച്ചർക്കോ കൽപ്പറ്റ നാരായണനോ കയറി നിൽക്കാൻ ഇടം കിട്ടിയ അവസരങ്ങൾ വളരെ 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 കുറവായിരുന്നു. അതുകൊണ്ട് പ്രോവിഡൻസിലുള്ള പത്മിനി അല്ലായിരുന്നു ആർട്സ് കോളേജിലുള്ള പത്മിനി. നളിനി ടീച്ചർ പറഞ്ഞ പത്മിനി അല്ല പഠിപ്പിക്കാൻ പോയ പത്മിനി എന്ന് എനിക്കറിയാം. ഇനി അതുപോട്ടെ, അത് വേറൊരു വിഷയമാണ്. എന്തായാലും ഈ പരിഭവക്കാരിയെ പിന്നീട് ഞാനൊന്ന് വിളിച്ചു നോക്കിയതാണ് ഈ കവിതയായി പിറന്നത്. അന്നത്തെ പോലെ സൗമനസ്യത്തോടെ അവൾ എൻ്റെ കൂടെ നടന്നോ എന്ന് എനിക്കറിഞ്ഞൂടാ, എനിക്കുറപ്പില്ല. പക്ഷേ ആ ചില്ലുമോതിരമിട്ട് പണ്ട് ചിരിച്ചു നിന്ന ആ വിരലുകളിൽ ഇങ്ങനെ പിടിച്ചപ്പോഴേ കുറച്ചൊക്കെ എന്നോട് അവൾ അനുഭാവം കാട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വരികൾ എഴുതാൻ കഴിഞ്ഞത്, അതൊരു പുസ്തകമായി പിറക്കാനിടയായത്. ഇത്രയുമാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് വന്നപാടെ ചന്തത്തിൽ ഉള്ള വരികളാണ് അതിലുള്ളത്. ഞാനതിലൊന്നും മിനുക്ക് പണിയെടുത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. അതിനെ കനവെപ്പിക്കാൻ, തിടം വെപ്പിക്കാൻ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. എന്തെഴുതിയോ അത് നിങ്ങൾക്കതിൽ വായിക്കാം. ആർക്കും വേണ്ടിയല്ല എഴുതിയതെന്നുള്ളത് കൊണ്ട് അതിനത്രയൊക്കെ ഒരുപക്ഷെ കനമുണ്ടാവുകയുള്ളൂ. അതൊരു പൂമ്പാറ്റച്ചിറക് പോലെ ആയിരിക്കാം, വായിച്ചോളൂ. പിന്നെ നല്ല വാക്ക് കേൾക്കാൻ വലിയ രസമാണ്. തുടക്കം മുതലേ നല്ല വാക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടുന്ന നമുക്ക് എല്ലാവർക്കും നല്ല വാക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അതിനുള്ള യോഗം ചിലപ്പോഴും നമുക്കുണ്ടാവില്ല. വല്ലപ്പോഴും നമ്മുടെ ശബ്ദമൊക്കെ ഇല്ലാതാവുമ്പോൾ കാതൊക്കെ അടഞ്ഞു കിടക്കുന്ന ചരമശയ്യയിലാണ് പലപ്പോഴും ഒരാളുടെ മേൽ നല്ല വാക്കുകൾ ചൊരിയപ്പെടുക. അവരത് കേൾക്കില്ല. അങ്ങനെ കേൾക്കാൻ കിട്ടുന്ന അപൂർവ സന്ദർഭങ്ങളുണ്ട്. ചിലപ്പോഴും ഒരു പിറന്നാൾ ആഘോഷങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ചില പുസ്തക പ്രകാശനങ്ങൾ, ഇങ്ങനെ ചിലതൊക്കെ. അപ്പോൾ ഇത്രയും നല്ല വാക്കുകളുടെ നനവിൽ, കുളിരിൽ, എനിക്കറിയാം അതിൽ നുരയും പതയും ഒക്കെ ഉള്ളതൊക്കെ അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാനതിൽ നനഞ്ഞിരിക്കുകയായിരുന്നു ഇത്ര നേരവും. അതിൽ നിന്ന് വേണ്ടതൊക്കെ എനിക്കറിയാം. അത് കവിത കൊണ്ട് നനഞ്ഞ്, കവിത കൊണ്ട് ശമിക്കൂ, രസിക്കൂ എന്നൊക്കെ പറയുന്ന ഞാൻ വേറൊരിടത്ത് എഴുതിയ പോലെ പറയട്ടെ. പുകഴ്ത്തരുതന്നെ വെറുതെ ഞാനൊരു തണുത്ത മൻകൂന ഹിമവാൻ എന്നൊക്കെ നനച്ചു പോയേക്കും എന്നാണ്. പുകഴ്ത്തരുത് എന്നെ വെറുതെ എന്നാണ് ഞാൻ എഴുതിയതെങ്കിലും പുകഴ്ത്തരുത് ആരെയും വെറുതെ എന്നാണ് ഞാനാണ് പറയാം. തണുത്ത മൻകൂണകളെ ഹിമവാന്മാരാക്കുന്ന ഒരു വ്യർത്ഥ
അർത്ഥത ആ പുകഴ്ത്തലിലുണ്ട് എന്നതുകൊണ്ട് പുകഴ്ത്തരുതെന്നെ വെറുതെ എന്ന് ഞാൻ പറയുന്നു. എന്നാലും ആ പുകഴ്ത്തൽ ഞാൻ രസിക്കും. ഇനി എൻ്റെ അടുത്ത നന്ദി എനിക്കാണ് രേഖപ്പെടുത്താനുള്ളത്. നന്ദി രേഖപ്പെടുത്താൻ ഒരുപാട് പേരുണ്ട്. ഇവിടെ വേദിയിലിരിക്കുന്നവരെ എനിക്കറിയാം. അവർ പലരും കാരശ്ശേരി മാഷെന്ന് കാരശ്ശേരി എന്ന് ഞാൻ വിളിക്കുന്നുള്ളൂ. മാഷാണ്, എൻ്റെ ഗുരുനാഥനാണ്. ആ ഗുരുനാഥനെ, പക്ഷേ സുഹൃത്തിനെ, എൻ്റെ സഹപ്രവർത്തകനായ നാരായണനെ, വീണ്ടും സുഹൃത്തും എനിക്കിഷ്ടമുള്ള എഴുത്തുകാരനുമായ സുധീഷിനെ, എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ നളിനിയെ ടീച്ചറെ ഒക്കെ, വിജയകൃഷ്ണനെ, എൻ്റെ കാലത്തെയും സുഹൃത്തും പഴയകാല സുഹൃത്തും ഇപ്പോഴും സുഹൃത്തുമായിരിക്കുന്ന വിജയകൃഷ്ണനെ, എൻ്റെ സഹപ്രവർത്തകയും ഏറ്റവും അടുത്ത സുഹൃത്തുമായിരിക്കുന്ന ഗിരിജയൊക്കെ ഈ സൗഹൃദത്തിൻ്റെ കൊളുത്ത് ഉപയോഗിച്ചാണ് ഞാനിവിടെ, അല്ലെങ്കിൽ ആ വലയിലാണ് ഞാനിവിടെ കുരുക്കി ഇവിടെ എത്തിച്ചത് എന്നെനിക്ക് നല്ലവണ്ണം അറിയില്ല. എന്നെക്കുറിച്ച് അവർ നല്ല വാക്കുകൾ പറഞ്ഞു. കാരശ്ശേരി എൻ്റെ കവിതകൾ അടുക്കി തന്നു, വായിച്ചു, അടുക്കി തന്നു. അതിന് മനോഹരമായ ഒരു അവതാരിക എഴുതി തന്നു. രാജലക്ഷ്മി, നേരത്തെ പറഞ്ഞതുപോലെ, ആരോ പറഞ്ഞതുപോലെ, രാജലക്ഷ്മി എനിക്ക് സുഹൃത്തല്ല, ഞാൻ തന്നെയാണ്. എന്നിൽ നിന്ന് അടർന്നു പോവാത്ത ഒരു ഞാനാണ്. ആ എനിക്ക് വേണ്ടി രാജലക്ഷ്മി എൻ്റെ കവിതകൾ അർഹിക്കുന്നതിനേക്കാളും മനോഹരമായ ഒരു പഠനം എഴുതി തന്നു. അവരോടൊക്കെ ഏത് ഭാഷയിൽ നന്ദി പറയണം എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് പ്രസിദ്ധീകരിച്ചു തന്നത് ഒലിയുവാണ്. ഞാൻ ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ, എന്നെക്കുറിച്ചൊന്നും അറിയുന്നതിന് മുമ്പേ എൻ്റെ പുസ്തകത്തെ ഒലിവ് സ്വീകരിച്ചു. അതിന് പിറകിൽ കാരശ്ശേരി ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന ഒരു വരി എഴുതിയ ഒരു സാഹിത്യകാരിയല്ല, ആരുമല്ല. അതുകൊണ്ട് ഒലീവ് വളരെ വളരെ ഗംഭീരമായിട്ട് ആ പുസ്തകം തന്നു. ഒരുപക്ഷെ ഒരു പുസ്തകവും പ്രസിദ്ധീകരിക്കാൻ ഇത്രയേറെ കഠിനമായ ഇടപെടലുകൾ ഒലീവിന് ഉണ്ടായിട്ടുണ്ടാവാൻ ഇടയില്ല. അവിടെയുള്ള സന്ദീപ്, രണ്ട് സുന്ദരി കുട്ടികൾ നസീറ, സപ്ന, ഇവരൊക്കെ ഞങ്ങളുടെ ഒരുപാട്, എന്താ പറയുക, അവരെ ഞങ്ങൾ ഒരുപാട് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. വേഗം ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇത്രയും ദിവസത്തിനുള്ളിൽ ഇത് പ്രസിദ്ധീകരിക്കേണ്ടതുണ്ടായിരുന്നു. ഇതിൻ്റെ പിറകിലൊക്കെ നടന്ന ഒരു നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ എൻ്റെ ഭർത്താവുണ്ട്, അദ്ദേഹത്തിന് ഇപ്പോൾ പോവാനുണ്ട്. അതിനു മുമ്പേ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണിത്. എനിക്ക് ഈ ചെറു സമയത്തിനുള്ളിൽ കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചു, പക്ഷേ പോയി, അത് വീണ്ടും ദീർഘിച്ചു പോയി. ഈ ചെറു സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമ്മർദ്ദങ്ങൾ അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, ഇത് ആദ്യം DTP ചെയ്ത എൻ്റെ കവിതയുടെ ഒപ്പം ഇരുന്ന ശ്യാംജിത്തിനും അത് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ കോടികളിലൂടെ ആ ഇടതുള്ളിലൊക്കെ ഒരു ഗേറ്റ് അടക്കാൻ പോയാൽ അങ്ങ് ശ്രദ്ധിക്കാതെ അങ്ങ് മടങ്ങിപ്പോവാറുള്ള എൻ്റെ ഭർത്താവ് ഈ കോടി പല പ്രാവശ്യം ഓടിക്കയറിയിട്ടുണ്ട് ഈ പുസ്തകം ഒന്ന് വളരെ വേഗത്തിൽ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അവരോടൊക്കെയും എൻ്റെ അകൈതവമായ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇനി ഒന്ന് പറയാനുള്ളത്, ഈ വേദിയിലിരിക്കുന്നവരെ പോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരാണ് എൻ്റെ മുന്നിൽ ഈ സദസ്സിലിരിക്കുന്നത്. അതിലെ ഏറ്റവും എനിക്ക് സന്തോഷമുള്ളത്, എൻ്റെ ഒരു അധ്യാപകൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്നെ ഹൈസ്കൂൾ ക്ലാസ് പഠിപ്പിച്ചതാണ് മാഷ് ദൂരെ നിന്ന് വന്നിരിക്കുന്നു. ആ ചെറിയ കുട്ടിയായിട്ട് മാഷെ മുന്നിലിരുന്ന ഒരു കുട്ടിയാണ് ഞാൻ. 70 വയസ്സായ എൻ്റെ കവിത പ്രസിദ്ധീകരിക്കുമ്പോഴേ എന്നെ പഠിപ്പിച്ച ആ സാറ് ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു അനുഭവം എനിക്കില്ല. അതേപോലെ എൻ്റെ കുട്ടികളുണ്ട് ഞാൻ വിളിക്കാതെ അവർ വന്നിരിക്കുന്നു. എനിക്ക് ആരുടെയും നമ്പറൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടതേ ഉള്ളൂ. അവർ പലരും വന്നിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ വന്നിട്ടുണ്ട്, ഹസ്ബൻഡ് ചന്ദ്രേട്ടൻ്റെ സഹപ്രവർത്തകർ വന്നിട്ടുണ്ട്, അയൽക്കാർ വന്നിട്ടുണ്ട്, പ്രിയപ്പെട്ടവർ പലരും വന്നിട്ടുണ്ട്, സുഹൃത്തുക്കൾ വന്നിട്ട് എനിക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാടുണ്ട് ഇവിടെ. അവരോടൊക്കെയും എനിക്ക് നന്ദിയുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. അസാന്നിധ്യത്തിൻ്റെ സാന്നിധ്യമാണ്.
ഇത് ഒരുപക്ഷെ ഇത് ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നത് നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ അച്ഛനും അമ്മയുമായിരുന്നു. ഞാൻ എഴുതിയിട്ടുണ്ട്, അച്ഛനാണ് എന്നെ കവിതയുടെ വഴിയിലേക്ക് ആദ്യം കൊണ്ടുപോയെന്ന്. എവിടെ പോയാലും കവിതാ പുസ്തകമായി ഞാൻ അതിനകത്ത് കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. കവിതാ പുസ്തകമായിട്ട് വരും. വായനക്കാരനായിരുന്നു, നല്ല വായനക്കാരനായിരുന്നു. കവിതയാണ് വായിക്കുന്നതെങ്കിൽ ലേഖനമോ ചെറുകഥയോ നോവലോ ഒന്നും അച്ഛൻ ഞങ്ങളെ കേൾപ്പിക്കില്ല. പക്ഷെ കവിതയാണ് വായിക്കുന്നതെങ്കിൽ അച്ഛൻ ഞങ്ങളെ വിളിക്കും. ഞാനും അമ്മയും അനിയും കുറച്ചുകൂടി ചെറുതായിരുന്നു. അവനൊരു പക്ഷേ ആ സദസ്സിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ രക്ഷയില്ല. എന്നെ പിടിച്ചിരുത്തും, കേൾപ്പിക്കും, അർത്ഥം പറഞ്ഞു തരും. അതിലൂടെ ആയിരിക്കണം ഒരുപക്ഷെ ഞാൻ ഈ കവിതയുടെ വഴിയിലേക്ക് ഇറങ്ങി വന്നത്. നേരെ പറഞ്ഞ പോലെ അമ്മയും കേൾക്കാനിരിക്കും. ഞാൻ മറവിക്കാരിയാണ്, അമ്മ മറക്കില്ല. 97 വയസ്സിൽ അവസാനം, ഇപ്പോൾ കഴിഞ്ഞ വർഷം, ഒരു വർഷമായിട്ടില്ല, 6 മാസം മുമ്പ് അമ്മ പോകും വരെയും അമ്മയുടെ നാവിൻ തുമ്പത്ത് എപ്പോഴും കവിതയുണ്ട്. ഉദ്ധരിക്കാൻ എപ്പോഴും ഉണ്ട്. എന്ത് പറയുമ്പോഴും കവിത വരും അമ്മക്ക്. കവിത ഉദ്ധരിക്കും. അമ്മ കവിത എഴുതുന്ന ആളല്ല, അച്ഛൻ കവിത എഴുതുന്ന ആളായിരുന്നു. ആ രണ്ടുപേരുടെയും സ്മരിക്കാതെ എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരുടെ അസാന്നിധ്യത്തിലെ സാന്നിധ്യത്തിനോ നമസ്കാരം പറഞ്ഞുകൊണ്ട് വിനയപൂർവ്വം എൻ്റെ ഈ കവിത ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇനി എങ്ങനെയൊന്നുണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാവില്ലെന്നും അറിഞ്ഞുകൂടാ. ഇപ്പൊ കവിതയൊന്നും വരാറില്ല എന്നറിയില്ല. ഇപ്പൊ വേറെ ചില വഴികളിലാണ് എൻ്റെ താല്പര്യങ്ങൾ എന്നതുകൊണ്ടാവാം. വരുന്നുണ്ടെങ്കിൽ, വരുമെങ്കിൽ, എപ്പോഴെങ്കിലും എഴുതാൻ കഴിയുമെങ്കിൽ ഇനിയും കാണാം, ഇനിയും വരണം. സാധ്യത കുറവാണ് അതിന്. നമസ്കാരം.